ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പോക്കറ്റ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പോക്കറ്റ്. നമ്മൾ ഇതേപോലെ പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ പോക്കറ്റ് ഉണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പോക്കറ്റ്. നമുക്ക് പോക്കറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറെഡി പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ ഇടയ്ക്കാണല്ലോ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പോക്കറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൈ കയറാനുള്ളൊരു ലെങ്ത് വേണം പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന്. അതൊരു പാറ്റേൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോക്കറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പേപ്പർ പാറ്റേൺ. ഈ പാറ്റേണിൻ്റെ കൂടെ ഞാൻ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേണിൽ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്നത് 6.5 ഇഞ്ചാണ്. ഞാൻ ക്ലോത്തിലെടുത്തപ്പോൾ അത് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു സീം അലവൻസും വേണം, പോക്കറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള സീം അലവൻസും വേണം. പോക്കറ്റിൻ്റെ ക്രോസ് ആയിട്ടുള്ളൊരു വിഡ്ത്ത് വരുന്നത് 6.5 ഇഞ്ചാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ ലെങ്ത്തൊക്കെ വേരിയേഷൻ വരുത്താം, ലെങ്ത് വിഡ്ത്തൊക്കെ. നമ്മുടെ കൈ കയറിപ്പോകാനുള്ളൊരു 6 ഇഞ്ചൊക്കെ ഒരു ലെങ്ത്ത് വേണം പോക്കറ്റിന് ഓപ്പൺ വരുന്ന ഭാഗത്ത്. മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇടുമ്പോഴത്തേക്കും ഫേസ് ടു ഫേസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ, എങ്കിൽ അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസിലും നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാൻഡ് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആണല്ലോ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ബാൻഡിൻ്റെ വിഡ്ത്തും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എവിടെയാണോ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിവിടെ 4 ഇഞ്ചാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു കറക്റ്റായിട്ടുള്ള ലെങ്ത്താണ്. ഇനി കൂടുതൽ ലെങ്ത്ത് കൂടിപ്പോയി കഴിഞ്ഞിട്ട് നമുക്ക് കൈ ഇടാനുള്ള കംഫർട്ടബിൾ ആയിരിക്കില്ല, പോക്കറ്റ് കുറേ താഴെയായി പോവും. അതുകൊണ്ട് ഞാൻ 4 ഇഞ്ചിലാണ്, ബാൻഡിൻ്റെ വിഡ്ത്തും കൂടെ കൂട്ടിയിട്ട് 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ 2 സൈഡും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, 2 പാൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും. എന്നിട്ട് കറക്റ്റായിട്ട് പോക്കറ്റിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിടണം. അത് ഈ താഴേന്ന് മുകളിലേക്ക് അവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് അവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. ഇനി ഇങ്ങനെ 1/2 ഇഞ്ചിൽ ഒരു ലൈനും വരച്ചു കൊടുക്കുന്നു. നമുക്ക് എന്നിട്ട് ഈ കറക്റ്റ് ഈ ലൈനിൽ കൂടെയാണ് സ്റ്റിച്ച് വരേണ്ടത്. ഇതേപോലെ നമ്മൾ 2 സൈഡും ചെയ്തെടുക്കുന്നു. ഈ ലൈനിൽ ഇങ്ങനെ ഇതേപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആ ലൈനിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് നമ്മളത് ലോക്ക് ഇട്ട് വേണം സ്റ്റിച്ച് അവസാനിപ്പിക്കാൻ, എങ്കിലേ അത് പോകാതിരിക്കുകയുള്ളൂ, സ്റ്റിച്ച് അഴിഞ്ഞ് പോകാതിരിക്കുകയുള്ളൂ. ഇത് ഞാൻ പിൻ വെച്ച് സെക്യൂർ ചെയ്തിരുന്നു. ഇനി നമ്മളിത് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ ഇട്ടിരുന്നത്. ഇങ്ങനെയാണ് പോക്കറ്റ് വരുന്നത്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത 2 കോർണറിലും ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം, സ്റ്റിച്ചിൽ തട്ടാതെ. നമ്മൾ 2 സൈഡും കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അകത്തേക്ക് മടക്കി വെക്കണം. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ആ കോർണേഴ്സൊക്കെ നമ്മളൊന്ന് കറക്റ്റാക്കി എടുക്കണം. നമ്മൾ എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ 2 സൈഡും ചെയ്തെടുക്കണം. 2 സൈഡ് ഇതുപോലെ തന്നെ കട്ടിട്ട് കൊടുത്ത് അത് അകത്തേക്ക് മടക്കിയിട്ട് കോർണേഴ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ 2 പീസും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുന്നു. നല്ല വശം ചേർത്ത് വെക്കുന്നു. പോക്കറ്റൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. മേളിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. മേളിൽ നിന്ന് താഴെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, എങ്ങനെയാണല്ലോ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. നമുക്കിനി ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യാം. ഞാൻ മുകൾ വശത്തുനിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ മുകൾ വശത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് പോക്കറ്റിൻ്റെ അവിടെ ആകുമ്പോഴത്തേക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ച് നിർത്തിയിട്ട് പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1/2 ഇഞ്ചാണല്ലോ ഇവിടെ സീം അലവൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ തൊട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ പോക്കറ്റിനുള്ളിലേക്ക് സ്റ്റിച്ചിങ് വരാതെ കറക്റ്റ് സീം അലവൻസിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം.
ഇത് നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുന്നൊരു പോക്കറ്റ് സ്റ്റിച്ചിങ് ആണ്. പല മെത്തേഡ്സ് ഉണ്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിതാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ എൻഡ് വശം വരുമ്പോൾ അവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് സ്റ്റിച്ച് നിർത്തണം. എന്നിട്ട് ഇനി നോർമലി തന്നെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും താഴേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അത് നോർമലി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അത് നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ്. നമ്മൾ ആ ക്ലോത്ത് ഫേസ് ടു ഫേസ് ഇട്ടതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ടൈമിലും നമ്മൾ കൈ പോക്കറ്റ് ഇടുന്ന സമയത്തും ക്ലോത്തിൻ്റെ നല്ല പീസാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡ് സ്ലിറ്റൊക്കെ കൊടുത്തിട്ടാണ് ഈ പാൻറ്റ് ചെയ്തിരിക്കുന്നത്.